നമസ്കാരം. വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ്, വിശദാംശങ്ങളിലേക്കാണ് തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. പ്രേക്ഷകർക്ക് മനാഫിനെ ഓർമ്മയില്ലേ? ഷിരൂരിലെ അർജുൻ എന്ന ലോറി ഡ്രൈവറുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറെ സർക്കസ് ഒക്കെ കളിച്ച വ്യക്തിയാണ് മനാഫ്. മനാഫിനെ നന്മമരമാക്കി മാറ്റി. അതായത് മനാഫ് ആയിരക്കണക്കിന് രൂപ അർജുന് ശമ്പളം കൊടുത്തു, അർജുന്റെ കുടുംബത്തെ നോക്കും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിലൊക്കെ കത്തി നിന്നത് ഓർമ്മയില്ലേ? ഇതൊക്കെ തന്നെ ഇയാൾ ഷൂട്ട് ചെയ്ത് മനാഫ് എന്ന് പറയുന്ന ഇയാളുടെ യൂട്യൂബ് ചാനലിലിട്ട് ലക്ഷങ്ങൾ വ്യൂ ഉണ്ടാക്കി പണം നേടുകയായിരുന്നു ഇയാളെന്ന് പിന്നീട് മനസ്സിലായി. അർജുന്റെ കുടുംബമടക്കം, അർജുന്റെ ഭാര്യയും സഹോദരിയും അമ്മയും അച്ഛനും ഒക്കെ അടങ്ങുന്ന കുടുംബമടക്കം ഇയാളെ തള്ളിപ്പറഞ്ഞു. യാതൊരു നാണവുമില്ലാതെ പിന്നെയും മണപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് മനാഫ് നന്മപരമായി കുറെ ഇങ്ങനെ പൊങ്ങി നിന്നു. ഇയാളെ പൊക്കിക്കൊണ്ടുവരാൻ കുറെ മാധ്യമങ്ങളും ഉണ്ടായി എന്നതാണ് സത്യം. അങ്ങനെ നന്മമരത്തെ പൊക്കിക്കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് തന്നെ മനസ്സിലായി മനാഫ് വെറും മണ്ണാങ്കട്ടയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഇയാളുടെ പിന്നിൽ ചില കറുത്ത കൈകളുണ്ട്. ഇയാളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല എന്നുള്ള കാര്യവും മനസ്സിലായി. പുതിയ ഒരു അവതാരമായി, പുതിയ ഒരു റോളിൽ മനാഫ് എത്തുകയാണ്. മനാഫ് ഇക്കുറി എത്തുന്നത് മലപ്പുറം ജില്ലയിലാണ് മനാഫിന്റെ വീട്. മനാഫിന് കർണാടകയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, മനാഫിന്റെ പിതാവ് സാഗർ ജില്ലയിൽ അദ്ദേഹം അവിടെ താമസിച്ചിരുന്നു. അതുകൊണ്ട് സാഗർ എന്ന് ചേർത്താണ് ഇയാളുടെ ലോറിയുടെ പേരൊക്കെ. ധർമ്മസ്ഥലയിൽ, ഈ വിവാദ സ്ഥലമായ ധർമ്മസ്ഥലയിൽ മനാഫിന് എന്താണ് കാര്യം? മനാഫ് അവിടുത്തെ ആക്ഷൻ കൗൺസിലിന്റെ മീഡിയ കൺവീനർ ആണ് എന്നാണ് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞത്. മലയാളി തന്നെയാണ്. അതായത് അവിടെ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു. മനാഫ് എന്ന യൂട്യൂബ് ചാനലുമായി വന്ന് ധർമ്മസ്ഥലയിലേക്ക് ആരും വരരുത്, അതുപോലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ആരും പോകരുത്, ഇവിടെ സ്ത്രീകൾ പിച്ചു ചീന്തപ്പെടും, തലയോട്ടികൾ കണ്ടെടുത്തു. അതുപോലെ തന്നെ ടെക് ട്രാവൽ എന്നോ മറ്റോ പറഞ്ഞ് വേറെ ഏതോ ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് മുഴുവൻ ശുദ്ധ അസംബന്ധമാണ് എന്ന് അവിടുത്തെ മലയാളികളും കന്നഡക്കാർക്ക് ആദ്യം മനസ്സിലായില്ലേ, പിന്നീട് അവർക്ക് കാര്യം മനസ്സിലായി. സത്യം പറഞ്ഞാൽ മനാഫ് ഇപ്പോൾ ധർമ്മസ്ഥലയിലോ കർണാടകത്തിന്റെ വേറെ ഏതെങ്കിലും പ്രദേശത്തോ ഇയാളെ കാണുകയാണെങ്കിൽ, ഇയാൾ മനാഫാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് ഇയാൾ ഒളിച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉടുപ്പി ജില്ലയിൽ ഒരു മലയാളി സുഹൃത്ത് തന്നെ ഇയാൾക്കെതിരെ ഒരു കേസും കൊടുത്തു. ഇത്തരത്തിൽ ധർമ്മസ്ഥലയെ, പുണ്യക്ഷേത്രങ്ങളെയും പുണ്യസങ്കേതങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്നു, ഇത് കോടതി അലക്ഷ്യമാണ്, ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിനെയും ഇത്തരത്തിൽ നാണം കെടുത്തരുത്, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കരുത്, അത് മാധ്യമത്തിലൂടെ സംപ്രേഷണം ചെയ്യരുത് എന്നുള്ള കോടതി വിധിയുണ്ട്. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ മനാഫും ഈ ടെക് ട്രാവലറും ഒക്കെ തന്നെ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളതാണ് അവിടെയുള്ള മലയാളി സുഹൃത്തുക്കൾ വിളിച്ചു പറയുന്നത്. FIR ഇട്ടിട്ടുണ്ട്. FIR കോപ്പി തത്വമയി ന്യൂസിന് കിട്ടിയിട്ടുണ്ട്. കൃത്യമായി തന്നെ 299 BNS ഭാരതീയ ന്യായ സംഹിത 299 വകുപ്പ് പ്രകാരമുള്ള FIR ഇട്ടിരിക്കുന്നത്. മാത്രമല്ല, അവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വാർത്തയായി വരികയും ചെയ്തു. മനാഫിനെതിരെയും അതായത് 2 യൂട്യൂബർമാരെന്ന് പറഞ്ഞാണ് വാർത്ത വന്നത്. മനാഫ് ഒരു യൂട്യൂബർ മാത്രമാണ് എന്നാണ് കർണാടകയിലെ മാധ്യമങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഇയാൾ ഇവിടുത്തെ വലിയ വേരുകളും മറ്റു കാര്യങ്ങളുമുള്ള ഒരു വലിയ നന്മമരമായി അഭിനയിച്ചുകൊണ്ട് പല തട്ടിപ്പുകളും നടത്തുന്ന വ്യക്തിയാണ് എന്ന ആരോപണം ഉള്ള ആളാണ് എന്നുള്ള കാര്യം കർണാടക മാധ്യമങ്ങൾക്ക് അറിയില്ലല്ലോ. എന്തായാലും മനാഫ് ഇറങ്ങിക്കളിക്കുകയാണ് ധർമ്മസ്ഥലയെ തകർക്കാൻ. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണത്തിനും അവിടുത്തെ ട്രസ്റ്റും ക്ഷേത്ര ഭാരവാഹികളും സഹകരിക്കുന്നുണ്ട്. തെളിവെടുപ്പ് നടക്കുകയാണ്. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉടൻ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് അവിടുത്തെ ശുചീകരണ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ടെക് ട്രാവലർ എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്നത് അവിടെ കൊല്ലൂർ മൂകാംബികയിൽ പോകരുത്, അതുപോലെ തന്നെ പെൺകുട്ടികളെ കാണാതായി കഴിഞ്ഞാൽ അന്നേരം ആടുമേയ്ക്കാൻ പോയി എന്നാണ് പറയുന്നത്. അതുപോലെയാണ്. പക്ഷേ എല്ലാവരും ധർമ്മസ്ഥലയിലേക്കാണ് വരുന്നത്. അതുപോലെ ബംഗളൂരുവിൽ നിന്നും അതുപോലെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും പെൺകുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന സ്ഥലമാണ് ധർമ്മസ്ഥല എന്ന തരത്തിലുള്ള വാർത്തകളാണ് തെറ്റായ രീതിയിൽ പ്രചരിക്കുന്നത്, യാതൊരു തെളിവുമില്ലാതെ. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളെ കാണാതായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾ ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കട്ടെ, എന്തു വേണമെങ്കിലും അതിന്റെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള ശിക്ഷ അതുമായി ബന്ധപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന് തന്നെയാണ് ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റ് പറയുന്നത്. പക്ഷേ അങ്ങോട്ട് ഭക്തരെത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്, ഈ മനാഫും ഈ ഒരു യൂട്യൂബറും. പക്ഷേ ആയിരക്കണക്കിന് ഭക്തരെ അവിടെയുള്ളവരൊന്നും അറിയുന്ന പോലുമില്ല. അപ്പൊ പറയുന്നത് എന്താണ്? അവർ പേടിച്ചിട്ട് മിണ്ടാത്തതാണ്. ഒന്നുമല്ല, അവരിതൊന്നും അറിയുന്നതേ ഇല്ല. അവിടെയുള്ളവർ വരുന്നുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, ബീഹാറിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവരൊക്കെ തന്നെ ധർമ്മസ്ഥലയിലേക്ക് എത്തുന്നുണ്ട്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ പ്രാധാന്യമർഹിക്കുന്ന ഒരു ക്ഷേത്രവും പുണ്യസങ്കേതവുമാണ് ധർമ്മസ്ഥല. ഇതിനെ ഇകഴ്ത്തി കാണിക്കാൻ, അതിനെ മോശക്കാരാക്കാൻ, അവിടേക്ക് ഭക്തരെത്താതിരിക്കാൻ ഈ മലപ്പുറത്ത് കിടക്കുന്ന മനാഫിന് ധർമ്മസ്ഥലയിൽ പോയി ഈ വീഡിയോകളൊക്കെ ചെയ്യേണ്ടതിന്റെ കാര്യം എന്താണ്?
ഇവിടെ കേരളത്തിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇവിടെ തന്നെ നിങ്ങളുടെ മദ്രസകളിലേക്ക് നോക്കൂ. ഇവിടെ എത്ര മദ്രസകളിലാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്, ആൺകുട്ടികളടക്കം പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാകുന്നത്. മനാഫിക്കയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് പ്രതികരിക്കണം എന്നില്ലേ? നിങ്ങൾ മദ്രസകളിലേക്ക് പോകും, അവിടെ നിന്ന് വീഡിയോ ചെയ്യൂ. ഈ മദ്രസയിലാണ് ഇത്രയും വയസ്സുള്ള 12 വയസ്സുള്ള ആൺകുട്ടിയെ ഉസ്താദ് പീഡിപ്പിച്ചത്, ഉസ്താദിന്റെ വയറ്റെടുക്കൂ, അല്ലെങ്കിൽ ഉസ്താദിനെതിരെ കേസ് കൊടുക്കും. അല്ലാതെ ധർമ്മസ്ഥലയിൽ പോയി, മലപ്പുറത്ത് നിന്ന് വണ്ടിയും പിടിച്ച് ധർമ്മസ്ഥലയിൽ പോയി അവിടെ പോയി ഹിന്ദു ക്ഷേത്രങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്ന, അത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യത്തിന് ഇകഴ്ത്തി കാണിക്കുന്ന, തെളിവുമില്ലാത്ത കാര്യത്തിന് മോശമാക്കി കാണിക്കുന്ന, അവഹേളിക്കുന്ന, അപമാനിക്കുന്ന, ഹിന്ദു ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ അപമാനിക്കുന്ന ഈ രീതിയിലേക്ക് നിങ്ങൾ മനാഫിന്റെ കൂടെയുള്ളവരും ആരായാലും പോവുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. ഇത് ഒരു മതേതര രാഷ്ട്രമാണ്, മതേതര ഇന്ത്യയാണിത്. ഇവിടെ പുണ്യസങ്കേതങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ ഒരുപാട് പുണ്യക്ഷേത്രങ്ങളും അതുപോലെ പുണ്യസങ്കേതങ്ങളുമുണ്ട്, തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അപ്പം അവിടെയൊക്കെ പോയി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളാരും ഇങ്ങോട്ട് വരരുത്, കൊല്ലൂർ മൂകാംബികയിൽ പോകരുത്, ധർമ്മസ്ഥലയിൽ പോകരുത്, ഉടുപ്പിയിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ വിഷയങ്ങളിലേക്ക് ചെന്നെത്തും എന്നുള്ള കാര്യം മനാഫിന് അറിയാം. മനാഫ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പണം വാങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ അതും അവിടെയുള്ളവർക്കും ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിനും ഒക്കെ തന്നെ കാര്യങ്ങൾ അറിയാം. ഇത് അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അന്വേഷണമൊക്കെ നടക്കുകയാണ്. എന്തായാലും മനാഫ് എന്ന വ്യക്തിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങളും വിശദാംശങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തത്വമയി ന്യൂസിലൂടെ പ്രേക്ഷകരെ അറിയിക്കും. മനാഫ് നന്മമരമല്ല, തിന്മമരമാണ്. ഇയാളുടെ പിന്നിൽ ആരൊക്കെയാണ്? ഇയാൾ ആർക്ക് വേണ്ടിയാണ് കളിക്കുന്നത്? ഇയാളുടെ ലക്ഷ്യം പണമാണ്. ആ ഷിരൂരിൽ മരിച്ച പാവപ്പെട്ട ആ കോഴിക്കോട് സ്വദേശിയായ ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തോട് വരെ ഇയാൾ വളരെ മാനംകെട്ട പരിപാടിയാണ് കാണിച്ചത്, നാണംകെട്ട പരിപാടിയാണ് കാണിച്ചത്. അർജുനെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ട് ആ മരിച്ച ചെറുപ്പക്കാരന്റെ മരണം വരെ മാർക്കറ്റ് ചെയ്ത ആളാണ് മനാഫ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മാധ്യമങ്ങളും കുറെ കിടന്ന് കൂവി. ഇനിയിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് മനാഫാണെല്ലാം പുറത്തു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് കൂവാൻ മാധ്യമങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഏതോ ഒരു മാധ്യമം പറയുന്നത് കേട്ടു, അവിടെ ആളില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ. അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അവിടെ സാധാരണ പോലെ തന്നെ കാര്യങ്ങൾ പോകുന്നു, അന്വേഷണം നടക്കുന്നുണ്ട്. അത് നടക്കട്ടെ എന്ന് തന്നെയാണ് ഇവിടെ കർണാടക സർക്കാരും അതുപോലെ തന്നെ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റും ഒക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ മുമ്പോട്ട് പോകട്ടെ. മനാഫ് അധികം നന്മമരം ചമയാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് അവിടുത്തെ മലയാളികൾ തന്നെ പറയുന്നത്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.